എല്ലാവർക്കും കിന്നു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ പറയാലോ, ഇന്ന് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ അല്ല കേട്ടോ ചെയ്യുന്നത്. നമ്മളൊരു ഫാബ്രിക് പെയിൻറ്റിൻ്റെ ഡിസൈനാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം അതിന് ഇതുപോലൊരു കുർത്തി എടുക്കുക കേട്ടോ. കുർത്തി എടുത്തതിന് ശേഷം നമുക്ക് പോക്കറ്റ് ഇല്ലാത്ത ഈ ഒരു സൈഡിൽ വേണം ചെയ്യാൻ. ഇതിപ്പോൾ കല്യാണക്കത്തിലൊക്കെ നമുക്ക് വരില്ലേ, ഗണപതിയുടെ ഒക്കെ ഷേപ്പുള്ള. അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഷർട്ടിലൊക്കെ ഗണപതിയെ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അക്രിലിക്കിൻ്റെ ബ്ലാക്ക് കളർ പെയിൻറ്റും അതുപോലെ തന്നെ ഗോൾഡൻ കളർ പെയിൻറ്റുമാണ്. പിന്നെ ഇതുപോലൊരു ബ്രഷ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ നമ്മുടെ മരുന്ന് കുപ്പിയുടെ ഒക്കെ ഒരു മൂടില്ലേ, അതും വേണം. ഇതുപോലെ ഒരു ചട്ടയും വേണം. ഈ ചട്ട നമ്മൾ ഇതിനകത്തായിട്ട് ഇതുപോലെ വെക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ബാക്ക് പാർട്ടിലേക്കും ആ പെയിൻ്റ് അങ്ങ് പിടിച്ചു പോകും. നമ്മളിതിൻ്റെ പോക്കറ്റ് വരുന്ന അതേ ഒരു ലെവലിൽ തന്നെ വേണം ഈ ഗണപതിയെ നമ്മൾ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് നമുക്ക് ഈ മൂടിയിലേക്ക് എടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈ കല്യാണക്കത്തിൻ്റെ ആ ഒരു പോർഷൻ ഇതുപോലെ വെക്കാം. ഇതുപോലെ വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ എപ്പോഴും അനക്കാൻ പാടില്ല കേട്ടോ. അനക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് പല സ്ഥലത്തേക്ക് ആയിപ്പോവും. എന്താ പറയുക, അമർത്തി പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് അമർത്തി പിടിച്ചതിന് ശേഷം വേണം വരയ്ക്കാൻ. അതിന് ശേഷം നമുക്ക് ബ്രഷിൻ്റെ തലപ്പ് ഇതുപോലെ ഇങ്ങനെ മുക്കിയതിന് ശേഷം ഇതുപോലെ ഈ ഹോളിലൊക്കെ ആയിട്ട് നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെള്ളം ചേർക്കാതെ തന്നെയാണ് നമ്മൾ ഇത് വരച്ചെടുക്കേണ്ടത്. നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ടും തന്നെ ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പം ഞാനിവിടെ ബ്ലാക്ക് കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. നമുക്ക് വരയ്ക്കാൻ അറിയാത്തവർക്ക് പോലും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നമ്മൾ എല്ലാ ഭാഗവും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെല്ലെ ഒന്ന് പൊക്കി മാറ്റാം. ഇപ്പം നമുക്ക് മുകൾ ഭാഗത്ത് കുറച്ചൊന്ന് പരന്ന പോലെ ഉണ്ട്. അവിടെ നമുക്ക് ഗോൾഡൻ കളർ വെച്ച് ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഗോൾഡൻ കളർ വെച്ചിട്ട് നമുക്കിതിനൊരു ഔട്ട്ലൈൻ പോലെ കൊടുക്കാം കേട്ടോ. നമ്മളിവിടെ ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ചെറിയ ബ്രഷ് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. വലിയ ബ്രഷ് എടുക്കരുത്. നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുമ്പോൾ ബ്ലാക്ക് കളർ കൊടുത്തതിന് ശേഷം അത് കുറച്ചൊന്ന് ഉണങ്ങിയിട്ട് വേണം ഔട്ട്ലൈൻ കൊടുക്കാൻ. ഇല്ലെങ്കിൽ ആ ബ്ലാക്കും കൂടി ഈ ഗോൾഡനിലേക്ക് അങ്ങ് പരന്നു പോവും. ഈ ഒരു ചാനലിൽ നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ചെയ്യാറുള്ളത്. ഇതിപ്പോൾ മ്യൂറലിൻ്റെ ഇട്ടു എന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലീവ്സ്, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഫ്രോക്ക്, ക്രോപ്പ് ടോപ്പ്, ഹെയർ ബോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതുകൂടെ പോയി ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇതുപോലെ എല്ലാ ഭാഗത്തും നമ്മൾ ഔട്ട്ലൈന് മുഴുവനായിട്ട് വരച്ചെടുക്കാം കേട്ടോ.
ഇപ്പം നമ്മൾ എല്ലാ ഭാഗത്തും വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ വരച്ച് കഴിഞ്ഞേക്ക് തന്നെ ആ ബാക്കിലുള്ള പീസ് എടുത്ത് മാറ്റാൻ പാടില്ല. ഇത് ഉണങ്ങിയതിന് ശേഷം വേണം നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നന്നായി ഉണങ്ങിയിട്ട് നമുക്ക് ഇതൊന്ന് ബാക്ക് തിരിച്ചൊന്ന് അയൺ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്